കുഞ്ഞു കുട്ടികൾ 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കുടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 6 മാസം കഴിഞ്ഞാൽ അവർക്ക് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങും. അപ്പോൾ സോളിഡ് ഫുഡ് കൊടുക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. സ്പൂണിൽ കോരി കൊടുക്കും, ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെ പിടിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുപോലുള്ള സ്പൂൺ ഫീഡർ. ഇതൊരു നോർമൽ സ്പൂൺ ഫീഡർ അല്ല, സിലിക്കോൺ ബോഡിയുള്ള സ്പൂൺ ഫീഡറാണ്. സിലിക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിപ്പിളിൻ്റെയൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഇതിൻ്റെ കുറുക്ക് വരുന്ന ഒരു ചെറിയ സ്പൂൺ പോലെയാണ്, അതിൽ ചെറിയൊരു ഹോളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുവഴി വരും. അപ്പോൾ ആദ്യ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് കൊടുക്കാറില്ല, ഒരു സെമി ലിക്വിഡ് ഫോമിലാണ് കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് 2 ml ഇത് വരുന്നത്. ഇത് കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു അളവിലാണ്. ഇത് പിന്നെ 90 ml. അപ്പോൾ ഇത് 90 ml, ഇത് 180 ml. അപ്പോൾ നമുക്കിതിൽ മെഷർമെൻറ്റ് കാണാൻ പറ്റും. അതിൻ്റെ മെഷർമെൻറ്റ് നോക്കി 30, 60, 90 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് കഴിക്കുന്നതിൻ്റെ അളവ് അനുസരിച്ച് മാത്രം കുറുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സ്പൂൺ ഫീഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും, പിന്നെ അത് മാത്രമല്ല, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള മാത്രമല്ല, നമ്മൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ അവർ കൈകൊണ്ട് തട്ടുക, അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ആയിരിക്കും. പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് മാറി, ബ്രസ്റ്റ് മിൽക്ക് നിർത്തുന്നല്ല, ബ്രസ്റ്റ് മിൽക്കിന് ഒപ്പം നമ്മൾ ഈ സോളിഡ് ഫുഡും കൊടുക്കുകയാണ്. അപ്പോൾ ആ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്പൂണാണ് ഈ സ്പൂൺ ഫീഡറിലുള്ളത്. ഉണ്ട്, ഇത് സിലിക്കോൺ സ്പൂൺ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഈ സ്പൂൺ ഫീഡറിൽ ബോഡി സിലിക്കോൺ ആണ്, പക്ഷേ ഇത് എഡ്ജൊക്കെ വളരെ സ്മൂത്ത് തന്നെയാണ്, കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഇതിൻ്റെ ക്യാപ്പ് വരുന്നത്. ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് അടച്ചു വെക്കുന്നത്. ഇങ്ങനെ അടച്ചു വെക്കും. പിന്നെ ഇത് സ്ലിപ്പായി പോകത്തില്ല. എല്ലാത്തിലും ഒന്നും ഇങ്ങനത്തെ ഒരു ബേസ് ഞാൻ കണ്ടിട്ടില്ല. ചില ബോട്ടിലിൽ ഇങ്ങനെ ഒരു ബേസാണ്. അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഇതിങ്ങനെ ഒരു സക്ഷനിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ അതാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നോർമൽ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകാം. ക്ലെൻസർ പോലെയുള്ള ലായനികൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഒരിക്കലും ഈ നമ്മുടെ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫീഡിങ് ബോട്ടിലും മറ്റു ഉപകരണങ്ങളും ഒന്നും കഴിവതും കഴുകാതിരിക്കുക. ഇങ്ങനെ ക്ലെൻസർ വരുന്നുണ്ട്, ബയോ ആയിട്ടുള്ള ക്ലെൻസർ, കെമിക്കലൊന്നും ഇല്ലാത്തത്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് നല്ല ഒരു വൈഡായിട്ടുള്ള അടപ്പാണ് ഈ 180 ml-ൻ്റെ ഇത്. ഇതിന് മാത്രം ഇങ്ങനത്തെ അടപ്പാണ്. പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഈസി തന്നെയാണ്. കാണിക്കാം. തുറക്കുക, കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളം ഇതിനുള്ളിൽ കൂടി വിട്ടിട്ട് ഇത് വെള്ളം ഇടയ്ക്കൂടെ വരും. അപ്പോൾ ട്രാക്കെല്ലാം ക്ലിയർ ആവും. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ബോട്ടിൽസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് വാഷറൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ക്ലോക്ക് വൈസ് ആക്കിയിട്ട് അടച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫിറ്റായിരിക്കും. ഇത് ഇങ്ങനെയാണോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം വാഷ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് പോലുള്ള പഞ്ഞിപ്പുല്ല്, ഏത്തക്കാപ്പൊടി, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇതിൽ കൂടെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫും ഏറ്റവും നല്ലതും. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന് എന്ത് അളവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം 30 ml ആണോ 60 ml ആണോ, ആ അളവിലെ മാത്രം എടുക്കുക. 80 ml ആണെങ്കിൽ അത്രയും മാത്രം എടുക്കുക. ഇപ്പോൾ ഈ ബോട്ടിൽ കുറച്ച് കുടിച്ചിട്ട് ബാലൻസ് വെച്ചിട്ട് കൊടുക്കരുത് ഒരിക്കലും. ആവശ്യമുള്ള മാത്രം കുറുക്ക് എടുക്കാവുള്ളൂ. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൊടുക്കുക. ഒറ്റ സ്റ്റെപ്പായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുറേശ്ശെ
കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. കുറുക്ക് അങ്ങനത്തെയൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരേപോലത്തെ സാധനം എപ്പോഴും കുഞ്ഞിന് കൊടുത്താൽ കുഞ്ഞിന് നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെയാണ് കുട്ടികൾക്കും. ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ കൂരവ് അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല് കൊടുക്കാം. അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ ഏത്തയ്ക്കാപ്പൊടി അങ്ങനെ മാറി മാറി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ ഈ കുറുക്ക് കൊടുക്കുന്ന പ്രായക്കാരുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.